ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പ്രഭാഷകൻ 3:30. നമുക്കറിയാം, കത്തിച്ചു നശിപ്പിക്കാൻ ശേഷിയുള്ള ഒന്നാണ് തീ. അതിനെ കെടുത്താൻ നമ്മൾ ജലം ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു തിന്മയെ ഇല്ലാതാക്കാൻ, നാശത്തെ ഇല്ലാതാക്കാൻ ജലം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. കാരണം ഈ ഭൂമിയിൽ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗർഭപാത്രത്തിൽ നിലനിൽക്കുന്ന അത്രയും കാലത്തെ ലക്ഷ്യം ഈ ഭൂമിയിലെ ജീവിതത്തിന് നമ്മുടെ ആരോഗ്യം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മുടെ വ്യക്തിത്വം കൊണ്ട് ഈശോമിശിഹായുടെ വ്യക്തിത്വത്തെ എത്രത്തോളം മനസ്സിലാക്കി അത്രത്തോളം അതിനോട് ചേരാൻ പറ്റുന്നുവോ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നേടിയെടുക്കാൻ. ദാനധർമ്മം നമ്മൾ പട്ടിക്കോ പൂച്ചയ്ക്കോ അല്ല ചെയ്തു കൊടുക്കുന്നത്, മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അവന്റെ ജീവിതം കുറെ കൂടെ ആരോഗ്യത്തോടെ കൂടെ നിലനിൽക്കാൻ നമ്മൾ അവനെ സഹായിക്കുന്നു. ഞാൻ വേറൊരുവനെ ഈശോയെ കണ്ടെത്താനുള്ള ഒരു വഴി ഉണ്ടാകുമ്പോൾ ആ ദാനധർമ്മം എന്റെ പാപത്തിന് പരിഹാരമാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ദാനധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് പണമില്ലാത്തത് ആവശ്യമായ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല. അർഹതയുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ ആ മേടിക്കുന്നവൻ ദൈവത്തെ സ്തുതിക്കുവാൻ കൂടി കാരണമാകണം എന്നതാണ് ദാനധർമ്മം പൂർത്തീകരിക്കുന്നത്.